വാതിൽ തുറക്കടാ. വാതിൽ തുറക്കടാ. വാതിൽ തുറക്ക്. എന്താ ഇതിനകത്ത് പരിപാടി? തുറക്കടാ, വാതിൽ തുറക്കടാ. നകുലാ വാതിൽ തുറക്ക്. ഇതെവിടെ? ഞാൻ ചുമ്മാ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. എടാ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ജയേഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? എടാ എനിക്കൊരു ഡൗട്ട്. നമ്മളൊന്ന് വീട് മാറിപ്പോയോ? എന്ത്? എടാ ഞാൻ വഴി ചോദിച്ചപ്പോഴേ താമസിക്കേണ്ട വീടും ഷൂട്ട് ചെയ്യേണ്ട വീടും മാറിപ്പോയോ എന്നൊരു. അവനെന്താ പറഞ്ഞു? അത് തന്നെ എടാ, നമ്മളാ വീട്ടിൽ എത്തിയിട്ടില്ലാന്ന്. എടാ അപ്പൊ ഈ നിൽക്കുന്നത് നമ്മുടെ പ്രേതങ്ങളാണോ? അതല്ലടാ, അവൻ പറഞ്ഞത് അവൻ തന്ന അഡ്രസ്സിൽ നമ്മൾ എത്തിയിട്ടില്ലാന്ന്. ഇവിടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാ? നമുക്ക് ഇവിടുന്ന് വേഗം ഇറങ്ങാം. എന്ത് പറ്റി? നീ എങ്ങനെ അകത്ത് കയറി? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഞങ്ങൾക്ക് ചെറുതായിട്ട് വീട് മാറിയെന്നൊരു സംശയം. സംശയമല്ല, സത്യമാണ്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയായിരുന്നു വരേണ്ടത്. ഇറങ്ങ്. ഇതെന്തോ ഉടായിപ്പാണ്. നീ ആ ഡെന്നീസാറിനെ ഒന്ന് വിളിച്ചേ. എനിക്ക് മനസ്സിലാവും, നിങ്ങൾ ഇത്രയും കാലത്തെ യുക്തിയും ബുദ്ധിയും എല്ലാം വെല്ലുവിളിക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിശ്വസിച്ചേ മതിയാവൂ, 15 വർഷങ്ങൾക്ക് മുൻപ് ഈ വീടിനകത്ത് മരിച്ചു വീണ ഒരാളോടാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊന്നും പോസിബിൾ അല്ല. ഞാൻ വിശ്വസിക്കില്ല. ഇത് അയാളും നീയും തമ്മിലുള്ള എന്തോ പ്ലാനാണ്. നഗലിന് വിശ്വാസമാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ കണ്ട സ്വപ്നത്തിലെ കഥ പറഞ്ഞു തന്നാ മതിയോ? ഞാൻ കണ്ട സ്വപ്നം നിനക്ക് പ്രകാശിന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഡെന്നിസ് പറയാത്ത ഒരുപാട് കഥകളുണ്ട്. അതിലൊന്നാണ് ആ സ്വപ്നവും. അവിടെ ആ ചെകുത്തൻ തലയർത്ത് കൊന്നത് എൻ്റെ അനിയത്തിയ. പേടിക്കണ്ട, നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോവാം. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണം. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ സഹായിക്കാനാവും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഈ വീട്ടിലൊരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞൊരു ഫേക്ക് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. ഇതിപ്പോ ശരിക്കും ഒരു പ്രേതമുള്ള സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും അയാൾ ആരാണ്? ഇവള് ശരിക്കും പ്രേതാണോ? എന്നിട്ടാണോ നീ ഇവളോട് വിശേഷം പറഞ്ഞേക്കണ്? കൂടി രക്ഷപ്പെടാൻ നോക്കണ പുല്ലേ. എന്തിനാ രക്ഷപ്പെടുന്നത്? ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്റെ പൊന്നി ചേച്ചി, ഞാനിവനെ പോലെയല്ല. ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്ലാനുള്ള ആളാണ്. എന്നെ മാത്രം ഒന്ന് പുറത്തേക്ക് വിടുവോ? നീ എവിടെ പോകണില്ല, അവിടെ നിൽക്ക്. നിന്റെ അനിയത്തി അവരെന്തിനാ കൊന്നത്? ഞങ്ങൾ എന്തിനാ അയാൾ ഇങ്ങോട്ട് അയച്ചത്? നീ എന്താ ഇവിടെ? പറയാം.